ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൗമ പരിണാമത്തെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ ഭൂമിശാസ്ത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഫസ്റ്റ് ടോപ്പിക്ക് കഴിഞ്ഞതാർക്കെല്ലാം ഓർമ്മയുണ്ടോ? എല്ലാവരും കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് വേണം കേട്ടോ ഇത് കാണാൻ. ബാക്കി കണ്ടിന്യൂഷനായിട്ട് ഞാൻ എടുക്കുന്നത്. ആദ്യത്തെ ടോപ്പിക് നമ്മൾ ഭൂമിശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ അത് കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ അടുത്ത ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. എന്ത്? ഭൗമ പരിണാമം. അത് വലിയ ടോപ്പിക്കില്ല, ചെറിയൊരു ടോപ്പിക്കാണ്. വേഗം കഴിയും കേട്ടോ ക്ലാസ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. എല്ലാവരും നോട്ട് എഴുതി തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതെ, സമയം കളയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മാക്സിമം സ്പീഡിൽ തന്നെ എടുത്ത് തീർക്കാം കേട്ടോ. ഓക്കെ, ഭൗമ പരിണാമം എന്ന് പറഞ്ഞാൽ മുഖ്യമായും ഹൈഡ്രജൻ, ഹീലിയം എന്നീ വാതകങ്ങൾ ഉൾപ്പെട്ട നേർത്ത അന്തരീക്ഷം മാത്രമുള്ള ഉയർന്ന താപനിലയുള്ള പരുക്കൻ പാറകളാൽ നിർമ്മിതമായ ഒരു തരിശായ ഗോളമായിരുന്നു ഭൂമി. ഭൗമ പരിണാമത്തിൽ എന്താണ് പറയുന്നത്? 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കുന്നത്. ഹൈഡ്രജനും ഹീലിയവും അടങ്ങിയതും ഉയർന്ന താപനിലയും നേർത്ത അന്തരീക്ഷവും അടങ്ങിയ പരുക്കൻ പാറകളാൽ നിർമ്മിതമായതായിരുന്നു ഗോളമായിരുന്നു ഭൂമി എന്നാണ് ഭൗമ പരിണാമത്തിൽ പറയുന്നത്. പിന്നെ ഭൂമിക്ക് പാളികളായുള്ള ഘടനയാണുള്ളത്. നമുക്കറിയാലോ, ഭൂമിക്ക് പാളികളായ ഘടനയാണ് ഉള്ളത്. അപ്പം 2 കാര്യങ്ങളായി പഠിച്ചു നമ്മൾ. എന്തൊക്കെയായിരുന്നു? മുഖ്യമായി ഹൈഡ്രജൻ, ഹീലിയം അടങ്ങിയതും നേർത്ത അന്തരീക്ഷ പാളിയും ഉയർന്ന താപനിലയും അടങ്ങിയ പരുക്കൻ പാറകൾ. പരുക്കൻ പാറകളാൽ നിർമ്മിതമായ ഗോളമായിരുന്നു ഭൂമി എന്ന് പറയുന്നു. പിന്നെ ഭൂമിക്ക് വിവിധ പാളികൾ, ഭൂമിക്ക് പാളികളായുള്ള ഘടനയാണുള്ളതെന്ന് പറയുന്നു. അത് നമുക്കറിയാവുന്നതാണല്ലോ. വിവിധതരം പാളികളുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ കേട്ടോ. പിന്നെ ഭൗമാന്തരീക്ഷത്തിൻ്റെ ബാഹ്യപ്രതലം മുതൽ ഭൂകേന്ദ്രം വരെ പദാർത്ഥങ്ങളുടെ വിതീർണം ഏകീകൃതമല്ല. ഭൗമാന്തരീക്ഷത്തിൻ്റെ ബാഹ്യപ്രതലം, ഭൗമാന്തരീക്ഷത്തിൻ്റെ ബാഹ്യപ്രതലം ഇല്ലേ, അവിടുന്ന് തൊട്ട് ഭൂകേന്ദ്രം വരെ ഈ പദാർത്ഥങ്ങളോട് വിതരണം ഏകീകൃതമാണ്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചതൊക്കെയാണ്. മുഖ്യമായും ഹൈഡ്രജൻ, ഹീലിയം എന്നീ വാതകങ്ങൾ ഉൾപ്പെട്ട നേർത്ത അന്തരീക്ഷവും ഉയർന്ന താപനിലയും അടങ്ങിയ പരുക്കൻ പാറകളാൽ നിർമ്മിതമായ ഗോളാകൃതിയായിരുന്നു ഭൂമി എന്ന് പറയുന്നു. പിന്നെ ഭൂമിക്ക് വിവിധതരം പാളികളുണ്ടെന്ന് പറയുന്നു, പാളികളുള്ള ഘടനയെ എന്ന് പറയുന്നു. പിന്നെ 3ാമത്തെ ഒരു പോയിന്റ് എന്താ നമ്മൾ പഠിച്ചത്? ഭൗമാന്തരീക്ഷത്തിൻ്റെ ബാഹ്യതലം മുതൽ ഭൂകേന്ദ്രം വരെ ഈ പദാർത്ഥങ്ങളുടെ വിതരണം എന്താണ്? ഒരുപോലെയല്ല, ഏകീകൃതമല്ല. പിന്നെ അന്തരീക്ഷത്തിലെ വസ്തുക്കളില്ലേ, അതിന് സാന്ദ്രത ഏറ്റവും കുറവാണ്. അന്തരീക്ഷ വസ്തുക്കളിലെ സാന്ദ്രത ഏറ്റവും കുറവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 4 പോയിന്റ് പഠിച്ചു. എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓർത്ത് നോക്കിക്കേ, ഹൈഡ്രജനും ഹീലിയവും അടങ്ങിയിരിക്കുന്ന ഏറ്റവും ഉയർന്ന താപനിലയുള്ള നേർത്ത അന്തരീക്ഷമുള്ള പരുക്കൻ പാറകളാൽ നിർമ്മിതമായ ഗോളമായിരുന്നു ഭൂമി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞ ഭൂമിക്ക് പാളികളായുള്ള ഘടനയാന്ന് പറഞ്ഞു. 3ാമത്തെ പോയിന്റ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? 3ാമത്തത് ഭൗമാന്തരീക്ഷത്തിൻ്റെ ബാഹ്യപ്രതലം മുതൽ ഭൂകേന്ദ്രം വരെ പദാർത്ഥങ്ങളുടെ വിതരണം ഒരുപോലെയല്ല. പിന്നെ അന്തരീക്ഷത്തിലെ വസ്തുക്കളുടെ സാന്ദ്രത വളരെ കുറവാണ്. പിന്നെ ഉപരിതലം മുതൽ ഭൂകേന്ദ്രം വരെയുള്ള പാളികളായി വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത പാളികളായി നിലകൊള്ളും. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ഭൂമിക്ക് വിവിധ പാളികളായുള്ള ഘടനയാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ പാളികൾക്ക് വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത പാളികളായി നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 5 പോയിന്റാണ് അവിടെ പഠിച്ചിരിക്കുന്നത്. 5 പോയിന്റ് എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഓർത്ത് നോക്കി. ഭൗമ പരിണാമം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹൈഡ്രജൻ, ഹീലിയം അടങ്ങിയിരിക്കുന്ന നേർത്ത അന്തരീക്ഷവും ഉയർന്ന താപനിലയുമുള്ള പരുക്കൻ പാറകളാൽ നിർമ്മിതമായ ഗോളമായിരുന്നു ഭൂമി എന്ന് പറയുന്നു. പിന്നെ ഭൂമിക്ക് പാളികളായുള്ള ഘടനയാണുള്ളതെന്ന് പറയുന്നു. അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും? വ്യത്യസ്തമാണെന്ന് പറയുന്നു. അതാണ് 3ാമത്തെ ഒരു പോയിന്റ്. പിന്നെ ഭൗമാന്തരീക്ഷത്തിലെ അന്തരീക്ഷ വസ്തുക്കൾക്ക് സാന്ദ്രത വളരെ കുറവാണെന്ന് പറയുന്നു. പിന്നെ ഭൗമാന്തരീക്ഷത്തിലെ ബാഹ്യപ്രതലം മുതൽ ഭൂകേന്ദ്രം വരെ പദാർത്ഥങ്ങളുടെ വിതരണം ഏകീകൃതമല്ല എന്ന് പറയുന്നു. ഇത്രയും നമ്മൾ 5 പോയിന്റ് പഠിച്ചത്. ഓക്കെ, എല്ലാവരുടെയും മനസ്സിലായി ദൃഢമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ പറയുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിലാമണ്ഡലത്തിൻ്റെ പരിണാമത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്.
ഓക്കെ. അപ്പം ശിലാമണ്ഡലത്തിൻ്റെ പരിണാമത്തിൽ പ്രാരംഭഘട്ടത്തിൽ ഭൂമി അർദ്ധദ്രാവ വ്യവസ്ഥയിലാണ്. പ്രാരംഭഘട്ടത്തിൽ ഭൂമി ഏത് അവസ്ഥയിലായിരുന്നു? അർദ്ധദ്രാവ വ്യവസ്ഥയിലായിരുന്നു. പ്രാരംഭഘട്ടത്തിൽ ഭൂമി അർദ്ധദ്രാവ വ്യവസ്ഥയിലായിരുന്നു ശിലാമണ്ഡലത്തിൻ്റെ പരിണാമത്തിൽ പറയുന്നത്. പിന്നെ സാന്ദ്രതയിൽ ക്രമേണ ഉണ്ടാകുന്ന വർധന മൂലം ഉള്ളിലേക്ക് പോകും തോറും താപനിലയും വർദ്ധിച്ചു വരുന്നു. ഇവിടെ ഒരു റിലേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണെന്നറിയാമോ? സാന്ദ്രത കൂടുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കൂടും. ഓക്കെ. ഇപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പോട്ട് നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാക്കണമെങ്കിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം സാന്ദ്രത കൂടുന്തോറും താപനില കൂടുന്നു. സാന്ദ്രത ഇംഗ്ലീഷിൽ ഡെൻസിറ്റിയാണ് കേട്ടോ. താപനില എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ടെമ്പറേച്ചർ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച പിള്ളേരുണ്ടെങ്കിൽ അതിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ, അവർക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടി. അപ്പോൾ സാന്ദ്രത കൂടുന്തോറും ടെമ്പറേച്ചർ കൂടും. ആ റിലേഷൻ നിങ്ങൾ നോട്ടിൽ എഴുതുന്നുണ്ട്, നോട്ടിൽ എഴുതി വെക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളത് മനസ്സിലാകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സാന്ദ്രത കൂടുമ്പം ടെമ്പറേച്ചർ കൂടും. എഴുതി വെക്കും കേട്ടോ. അതുപോലെ ഈ സാന്ദ്രത കൂടുമ്പോൾ നമ്മുടെ ഇപ്പം നമ്മൾ ഡെപ്തിലേക്ക്, ഉള്ളിലേക്ക്, ആഴത്തിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ എന്താണ് വരിക, അതും അപ്പോഴും ആഴത്തിലേക്ക് കൂടുതൽ പോകുമ്പോഴും ഡെപ്ത് കൂടുമ്പോഴും സാന്ദ്രത കൂടും. അതുപോലെ തന്നെ പിന്നെ പറയേണ്ടത് നമുക്ക് വെച്ചാൽ മാസും എന്ന് വെച്ചാൽ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാധനം ഇരുമ്പ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളില്ലേ, അതിൻ്റെയൊക്കെ വെയിറ്റ് കൂടുമ്പോൾ അവിടെ നമ്മുടെ എന്താണ് സാന്ദ്രത കൂടും. എന്നാൽ മൊത്തം ബോഡിയില്ലേ, നമ്മുടെ ഇപ്പോൾ ഒരു ബലൂൺ വീർപ്പിക്കുമ്പോൾ നമുക്ക് വലിയ ബലൂണായി കിട്ടൂല. പക്ഷെ അവിടെ എന്താണ് സാന്ദ്രത വളരെ കുറവായിരിക്കും. വലിപ്പത്തിൻ്റെ അനുസരിച്ച് സാന്ദ്രത നമ്മൾ കണക്കാക്കില്ല. വലിപ്പം കൂടുമ്പോൾ സാന്ദ്രത എന്താണ് വരിക? കുറവാണ് വരിക. ഓക്കെ. അതുപോലെ പ്രഷർ കൂടുമ്പോഴും സാന്ദ്രത കൂടും. ഇത്രയും റിലേഷൻ നിങ്ങൾ അത് ഓർത്തിരിക്കണം കേട്ടോ. പ്രഷർ കൂടുമ്പോൾ സാന്ദ്രത കൂടും, വെയിറ്റ് കൂടുമ്പോൾ സാന്ദ്രത കൂടും. ഏതിലാണ് കുറവ് വരുന്നത്? ബോഡി നമ്മുടെ വലിപ്പത്തിൻ്റെ ഇതിൽ സാന്ദ്രത കണക്കണം. അവിടെ വലിപ്പം കൂടുമ്പോൾ സാന്ദ്രത കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ബാക്കിയെല്ലാം കൂടുകയാണ് ചെയ്യുക, സാന്ദ്രത കൂടുകയാണ് ചെയ്യുന്നത്. ഈ റിലേഷൻസ് എല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി മുമ്പോട്ട് നമുക്ക് ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് തുടക്കത്തിലേ പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പോൾ ശിലാമണ്ഡലത്തിൻ്റെ പരിണാമം എന്ന് പറഞ്ഞാൽ പ്രാരംഭഘട്ടത്തിൽ ഏതവസ്ഥയിലായിരുന്നു? അർദ്ധദ്രാവ അവസ്ഥയിലായിരുന്നു. സാന്ദ്രതയിൽ ക്രമേണ ഉണ്ടാകുന്ന വർധന മൂലം ഉള്ളിലേക്ക് പോകും തോറും താപനിലയും വർദ്ധിച്ചു വന്നു. ഞാൻ പറഞ്ഞില്ലേ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? സാന്ദ്രത കൂടുന്നു. ഓക്കെ. അപ്പം പ്രാരംഭഘട്ടത്തിൽ ഭൂമി അർദ്ധദ്രാവ അവസ്ഥയിലായിരുന്നു. പിന്നെ ക്രമേണ സാന്ദ്രത വർദ്ധിച്ചു. അപ്പോൾ കൂടുന്തോറും ഭൂമി വർധന മൂലം ഉള്ളിലേക്ക് പോകുന്തോറും താപനിലയും വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഓക്കെ. ടെമ്പറേച്ചർ രണ്ടും മനസ്സിലായി വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ ശിലാമണ്ഡലത്തിൻ്റെ പരിണാമം എന്ന് പറഞ്ഞാൽ ആദ്യം പ്രാരംഭഘട്ടത്തിൽ ഏതവസ്ഥയിലായിരുന്നു? ദ്രാവാവസ്ഥയിലായിരുന്നു. പിന്നെ ക്രമേണ സാന്ദ്രത കൂടി, ഒപ്പം ഉള്ളിലേക്ക് പോകും തോറും എന്താണ്? താപനിലയും വർദ്ധിച്ചു വരുന്നു. ആ 2 പോയിന്റാണ് അവിടെ നമ്മൾ പഠിച്ചത്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ഉള്ളറയിൽ വസ്തുക്കൾ സാന്ദ്രതയ്ക്കനുസരിച്ച് ക്രമീകരിക്കാൻ തുടങ്ങി. ഭാരിച്ച വസ്തുക്കൾ ഇരുമ്പ് പോലെയുള്ളവ ഭൂമിയുടെ ഉള്ളിലേക്ക് താഴ്ന്നിറങ്ങുന്നതിനാൽ ഭൂകേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വസ്തുക്കളുടെ സാന്ദ്രത ക്രമേണ കുറഞ്ഞു വരുന്നതായും പുനഃക്രമീകരണം ഉണ്ടായി. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് തോറും ഞാൻ ഇതിനകത്ത് നമ്മൾ 2 പോയിന്റ്, നേരത്തെ പറഞ്ഞാൽ 2 പോയിന്റ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ആഴം കൂടുന്തോറും സാന്ദ്രത കൂടുന്നു. ഒരു പോയിന്റ് അതാണ്. ഓക്കെ. ആഴം കൂടുന്തോറും എന്താണ്? സാന്ദ്രത കൂടുന്നു. ഡെപ്ത് ഇൻക്രീസസ്, ഡെൻസിറ്റി ഓൾസോ ഇൻക്രീസസ്. ഓക്കെ. അപ്പോൾ ആഴം കൂടുന്തോറും സാന്ദ്രത കൂടും. അപ്പോൾ നമ്മുടെ ഭാരിച്ച വസ്തുക്കളില്ലേ, മാസ്, അതൊക്കെ കൂടുന്തോറും സാന്ദ്രത കൂടും. അപ്പം ഭാരിച്ച വസ്തുക്കൾ ആഴത്തിലേക്കല്ലേ പോവുക. അപ്പോൾ അത് കൂടുന്തോറും ഇപ്പോൾ ഒരു ഭാരിച്ച ഒരു വെള്ളത്തിലിപ്പം നമ്മൾ എന്താ ഇടുക? കുറേ മണ്ണൊക്കെ ഇട്ടെന്ന് വെച്ചു. അപ്പോൾ അത് താഴെ കിടക്കുമല്ലേ, അപ്പോൾ വെയിറ്റ് കൂടുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ വെള്ളത്തിൽ എണ്ണ അങ്ങനെ എന്തെങ്കിലും മേലെ പൊങ്ങിക്കിടക്കുകയല്ലേ ചെയ്യുക. അതാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഭാരിച്ച വസ്തുക്കൾ കൂടുന്തോറും സാന്ദ്രത കൂടുകയാണ് ചെയ്യുക. താഴേക്ക് പോകുന്തോറും സാന്ദ്രത കൂടുന്നു. അപ്പം ഇരുമ്പ് പോലുള്ള സാധനങ്ങൾ ഭാരിച്ച വസ്തുക്കളല്ലേ. ഓക്കെ. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ഇവിടെ പഠിക്കാനുണ്ട്. ഭാരിച്ച വസ്തുക്കൾ കൂടുന്തോറും വരുന്തോറും താഴേക്ക് പോകുന്തോറും കൂടുന്നു. പിന്നെ ഡെപ്ത്, ആഴത്തിലേക്ക് പോകുന്തോറും സാന്ദ്രത കൂടുന്നു. ഈ 2 പോയിന്റാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. ശിലാമണ്ഡലത്തിൻ്റെ പ്രാരംഭഘട്ടം അർദ്ധദ്രാവ വ്യവസ്ഥയിലായിരുന്നു. അതുപോലെ ആഴത്തിലേക്ക് ഇറങ്ങും തോറും താപനില കൂടുന്നു.
സാന്ദ്രത. പിന്നെ രണ്ടാമത്തെ പോയിന്റ് താപനില സാന്ദ്രത കൂടുന്തോറും താപനില കൂടുന്നു. മൂന്നാമത്തെ പോയിന്റ് ആഴത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ ഭാരിച്ച വസ്തുക്കളും ഇത് രണ്ടും കൂടുമ്പോഴും സാന്ദ്രത കൂടുന്നു, ക്രമേണ കൂടുന്നു. ഇതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഈ 3 പോയിന്റ് നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ. പിന്നെ അടുത്ത 4ാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ കാലാന്തരത്തിൽ ഭൂമി കൂടുതൽ തണുത്തതിലൂടെ ഭൂമിയുടെ പുറംപാളിയെ ഭൂവൽക്കം രൂപപ്പെട്ടു. അപ്പം ഇത് സാന്ദ്രത പറഞ്ഞല്ലോ കൂടുന്നു എന്ന് പറയാം. അപ്പോൾ പുറത്ത് സാന്ദ്രത കുറയുമല്ലേ ചെയ്തത്. അപ്പം ഭൂമി തണുത്തു. സാന്ദ്രത കുറഞ്ഞപ്പോൾ ഭൂമി കാലാന്തരത്തിൽ ഭൂമി തണുത്തപ്പോൾ എന്താണ് ഉണ്ടായത്? തണുത്തതിലൂടെ ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കം രൂപപ്പെട്ടു. ഓക്കെ. അപ്പം 4 പോയിന്റ് എന്തൊക്കെയാണ് നമ്മൾ ശിലാമണ്ഡലത്തിൽ പറഞ്ഞത്? ഫസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ പ്രാരംഭഘട്ടത്തിൽ അർദ്ധദ്രാവ വ്യവസ്ഥയിലായിരുന്നു. പിന്നെ കാലക്രമേണ നമ്മുടെ സാന്ദ്രത കൂടുന്തോറും ക്രമേണ സാന്ദ്രത കൂടാൻ തുടങ്ങി. അപ്പോൾ താപനിലയും വർദ്ധിച്ചു വന്നു. അത് കഴിഞ്ഞ് ആഴത്തിലുള്ള വസ്തുക്കളൊക്കെ ഭൂമിയുടെ ഭൂകേന്ദ്രത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ താപനിലയും വർദ്ധിച്ചു, സാന്ദ്രതയും വർദ്ധിച്ചു. അങ്ങനെ പുറത്തേക്കുള്ള വസ്തുക്കളുടെ സാന്ദ്രത കുറഞ്ഞു വന്നു. 3ാമത്തെ പോയിന്റ് അതാണ് നമ്മൾ പറയുന്നത്. 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കാലാന്തരത്തിൽ ഭൂമി തണുത്തതോടെ ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കം രൂപപ്പെട്ടു. ഓക്കെ. പിന്നെ 5ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർതിരിക്കൽ ഡിഫറൻസിയേഷൻ പ്രക്രിയയിലൂടെയാണ് ഭൗമവസ്തുക്കൾ പ്രത്യേക പാളികളായി പ്രതിനിധീകരിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അത് തന്നെ നമ്മുടെ ഇതിന് പ്രത്യേക പാളികളായിട്ടുള്ള ഘടന നമുക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഭൂമിക്ക് പ്രത്യേക പാളികളുള്ള ഘടനയുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പം വേർതിരിക്കൽ ഡിഫറൻസിയേഷൻ പ്രക്രിയയിലൂടെയാണ് ഭൗമവസ്തുക്കൾ പ്രത്യേക പാളികളായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അല്ല, ഇവിടെ വേറെ ആയിട്ട് പറയുന്നത് വേർതിരിക്കൽ പ്രക്രിയയിലൂടെ ഭൗമവസ്തുക്കൾ പ്രത്യേക ഭൗമവസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത്. ഭൗമവസ്തുക്കൾ പ്രത്യേക പാളികളായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതിലൂടെയാണ് വേർതിരിക്കൽ പ്രക്രിയയിലൂടെയാണ്. ഓക്കെ. അപ്പം വേർതിരിക്കൽ പ്രക്രിയയിലൂടെ ഏത് വസ്തുക്കളാണ് പ്രത്യേക പാളികളായി ഇതാക്കിയിരിക്കുന്നത്? ഭൗമവസ്തുക്കൾ. അപ്പോൾ അത് ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇപ്പം എത്ര പോയിന്റ് പഠിച്ചു? 5 പോയിന്റ് നമ്മൾ പഠിച്ചല്ലേ? എന്തായിരുന്നു? ഫസ്റ്റ് 1 നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ശിലാമണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. ശിലാമണ്ഡലത്തിൻ്റെ പരിണാമം ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരംഭഘട്ടത്തിൽ അർദ്ധദ്രാവ വ്യവസ്ഥയിലായിരുന്നു. രണ്ടാമത്തേത് പോകും തോറും നമ്മൾ സാന്ദ്രതയിൽ ക്രമേണ വർധനവ് ഉണ്ടായി. എങ്ങനെ? താപനില വർദ്ധിച്ചു പോകും തോറും എങ്ങനെ? നമ്മുടെ ഭൂമിയുടെ ഉള്ളിലേക്ക് താപനില വർദ്ധിച്ചു പോകുന്നതോറും സാന്ദ്രതയിൽ വർധനയുണ്ടായി. 3ാമത്തെ പോയിന്റിൽ എന്താണ് പറയുന്നത്? ആഴത്തിലേക്ക് പോകും തോറും സാന്ദ്രതയിൽ വർധനവും താപനിലയും വർദ്ധിച്ചു വരുന്നു. അങ്ങനെ പിന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് സാന്ദ്രത കൂടുകയും പുറത്തേക്ക് വരുന്ന സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് കാലാന്തരത്തിൽ എന്താണ്? ഭൂമി തണുത്തു. കാലാന്തരത്തിൽ ഭൂമി കൂടുതൽ തണുത്തതിലൂടെ ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കം രൂപപ്പെട്ടു. പിന്നെ നമ്മൾ പറയുന്നത് ഡിഫറൻസിയേഷൻ വേർതിരിക്കൽ പ്രക്രിയയിലൂടെയാണ് ഭൗമവസ്തുക്കൾ പ്രത്യേക പാളികളായി ക്രമീകരിക്കപ്പെട്ടത്. ഓക്കെ. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലേക്ക് വ്യത്യസ്ത പാളികൾ നിലകൊള്ളുന്നു. പറഞ്ഞല്ലോ ഭൗമവസ്തുക്കൾ പ്രത്യേക പാളികളായി ക്രമീകരിക്കപ്പെട്ടെന്ന് പറഞ്ഞില്ലേ? ഏതൊക്കെ പേരിലാണ് അത് ഉള്ളത്? ഏതൊക്കെ പാളികളാണ്? ഭൂവൽക്കം, മാൻഡിൽ. മറക്കരുത്. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലേക്ക് വ്യത്യസ്ത പാളികളായി നിലകൊള്ളുന്നു. അപ്പം ഏതൊക്കെയാണ് വ്യത്യസ്ത പാളികളായിട്ട് നിലകൊള്ളുന്നത്? ഭൗമവസ്തുക്കൾ പ്രത്യേക പാളികളായി ഡിഫറൻസിയേഷൻ വേർതിരിക്കൽ പ്രക്രിയയിലൂടെ നമ്മളത് ആക്കിയെന്ന് പറഞ്ഞല്ലോ. അത് ഏതൊക്കെയാണ് വ്യത്യസ്ത പാളികൾ? ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ വ്യത്യസ്ത പാളികളായി നിലകൊള്ളുന്നു. ഓക്കെ. ഇതിൻ്റെ ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അത് ഇപ്പം ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ലേ? ഭൗമപരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ പറയുന്നത്, നമ്മൾ ഭൗമപരിണാമത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നുകൂടെ പറയാനകത്ത് എന്തൊക്കെയാണുള്ളത്? നമ്മൾ പ്രാരംഭഘട്ടത്തിൽ ഏതാണ്? അർദ്ധദ്രാവ വ്യവസ്ഥയിലാണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ?
അർദ്രാവസ്ഥയിലാണ്. പിന്നെ സാന്ദ്രതയിൽ ക്രമേണ ഉണ്ടാകുന്ന മാറ്റം മൂലം വർധന മൂലം താപനിലയും വർദ്ധിച്ചു വരുന്നു. പിന്നെ ആഴത്തിലേക്ക് വസ്തുക്കൾ പോകും തോറും, ഭൂമിയുടെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് വസ്തുക്കൾ പോകും തോറും സാന്ദ്രത കൂടുകയും താപനില കൂടുകയും ചെയ്യുന്നു. അതിനോടൊപ്പം പുറത്തേക്കുള്ള സാന്ദ്രത കുറയുന്നു. പിന്നെ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാലാന്തരത്തിൽ ഭൂമി കൂടുതൽ തണുത്തതിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എന്ത് രൂപപ്പെട്ടു? ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കം രൂപപ്പെട്ടു. പിന്നെ നമ്മൾ പറയുന്നത് വെച്ചാൽ വേർതിരിക്കൽ പ്രക്രിയയെക്കുറിച്ച് പറയുന്നത് എന്താണ്? വേർതിരിക്കൽ പ്രക്രിയയിലൂടെയാണ് ഭൗമ വസ്തുക്കൾ പ്രത്യേക പാളികളായി ക്രമീകരിക്കപ്പെട്ട പ്രത്യേക പാളികൾ ഏതൊക്കെയാണ് ഉള്ളത്? ഒന്ന് നോക്കി ഏതൊക്കെയാണ്? ഭൂവൽക്കം, മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലേക്ക് വ്യത്യസ്ത പാളികളായി വ്യത്യസ്ത പാളികളായി നിലകൊള്ളുന്ന ഏതൊക്കെയാണ്? ഭൂവൽക്കം, മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഓക്കെ, അപ്പോൾ ഇത്ര നമുക്ക് ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷ പരിണാമവും ജലമണ്ഡലത്തിൻ്റെ രൂപപ്പെടലും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇതിനെക്കുറിച്ചാണ്. അന്തരീക്ഷ പരിണാമവും ജലമണ്ഡലത്തിൻ്റെ രൂപപ്പെടലും. അപ്പോൾ നേരത്തെ പറഞ്ഞത് ശിലാമണ്ഡലത്തിൻ്റെ പരിണാമമാണ്. ഓക്കെ, ഇനിയും അന്തരീക്ഷ പരിണാമവും ജലമണ്ഡലത്തിൻ്റെ രൂപപ്പെടലാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ വിധത്തിൽ ഭൂമിയുടെ അന്തരീക്ഷം രൂപപ്പെട്ടത് 3 പ്രധാന ഘട്ടങ്ങളിലാണ്. ഇന്നത്തെ വിധത്തിൽ ഭൂമിയുടെ അന്തരീക്ഷം രൂപപ്പെട്ടത് പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ്. ആദ്യഘട്ടം എന്ന് പറയുന്നത് തുടക്കത്തിലുണ്ടായിരുന്ന അന്തരീക്ഷം ക്ഷയിച്ചില്ലാതെ. ആദ്യഘട്ടത്തിൽ എന്താണ്? തുടക്കത്തിലുണ്ടായിരുന്ന അന്തരീക്ഷം എന്താണ്? ക്ഷയിച്ചില്ലാണ്ടായി. ഇന്നത്തെ വിധത്തിൽ അന്തരീക്ഷം രൂപപ്പെട്ടത് 3 ഘട്ടമായിട്ടാണ് ഭൂമിയുടെ അന്തരീക്ഷം രൂപപ്പെട്ടത്. ആദ്യത്തെ ഘട്ടത്തിൽ എന്താണ്? ആദ്യം ഉണ്ടായിരുന്ന അന്തരീക്ഷം ക്ഷയിച്ച് ഇല്ലാതായി. മുഖ്യമായും ഹൈഡ്രജൻ, ഹീലിയം എന്നിവ അടങ്ങിയ പ്രാരംഭ അന്തരീക്ഷം സൗരവാതത്താൽ ഇല്ലാതായി. ഏതാണ്? മുഖ്യമായും ഹൈഡ്രജൻ, ഹീലിയം അടങ്ങിയിരുന്ന ഭൂമിയുടെ അന്തരീക്ഷം ഏതിലൂടെയാണ് ഇല്ലാതായത്? സൗരവാതത്താൽ ഇല്ലാതായി. അതാണ് ആദ്യഘട്ടം. അപ്പം ആദ്യഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വിധത്തിൽ ഭൂമിയുടെ അന്തരീക്ഷം 3 ഘട്ടങ്ങളിലൂടെയാണ് പ്രധാനമായും രൂപപ്പെട്ടത്. 3 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ്. ആദ്യം ഉണ്ടായിരുന്ന അന്തരീക്ഷം ക്ഷയിച്ചില്ലാതായി. ഇങ്ങനെ പ്രധാനമായും ഹൈഡ്രജൻ, ഹീലിയം അടങ്ങിയിരുന്ന അന്തരീക്ഷം സൗരവാതത്താൽ ഇല്ലാതായി എന്നാണ് പറയുന്നത്. ഓക്കെ, പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് നോക്കാം. 2ാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി തണുക്കുന്ന ഘട്ടങ്ങളിൽ ഉള്ളറയിൽ നിന്ന് വാതകങ്ങളും നീരാവിയും മോചിക്കപ്പെട്ടു. അപ്പം ഭൂമി തണുക്കുന്ന ഘട്ടങ്ങളിൽ ഉള്ളറയിൽ നിന്ന് വാതകങ്ങളും നീരാവിയുമാണ് മോചിക്കപ്പെട്ടത്. ഉള്ളറയിൽ ആരൊക്കെയാണ് മോചിക്കപ്പെട്ടത്? വാതകങ്ങളും നീരാവിയും മോചിക്കപ്പെട്ടു. ഇത് അന്തരീക്ഷ പരിണാമത്തിന് തുടക്കമിട്ടു. 2ാം ഘട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭൂമി തണുക്കുന്നതിലൂടെ വാതകങ്ങളും നീരാവികളും മോചിക്കപ്പെട്ടു. ഇത് അന്തരീക്ഷ പരിണാമത്തിന് തുടക്കമിട്ടത് 2ാം ഘട്ടത്തിലാണ്. അവിടെ നീരാവി, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, അമോണിയ എന്നിവയും നേരിയ അളവിൽ ഓക്സിജനും ഉൾപ്പെട്ട അന്തരീക്ഷം രൂപപ്പെട്ടു. അപ്പോൾ അന്തരീക്ഷ പരിണാമത്തിന് തുടക്കമിട്ടെന്ന് പറഞ്ഞില്ല. അവിടെ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? നീരാവി, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, നീരാവി, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, അമോണിയ എന്നിവയും നേരിയ അളവിൽ ഓക്സിജനും ഉൾപ്പെട്ട അന്തരീക്ഷം രൂപപ്പെട്ടു. നീരാവി, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, അമോണിയ എന്നിവയും അടങ്ങി നേരിയ തോതിലുള്ള ഓക്സിജനും അടങ്ങിയ അന്തരീക്ഷം രൂപപ്പെട്ടു. അപ്പോൾ 2ാം ഘട്ടത്തിൽ എന്താണ് ഞാൻ പറഞ്ഞത്? അന്തരീക്ഷ പരിണാമത്തിന് തുടക്കമിട്ടെന്ന് പറഞ്ഞില്ലേ? 2ാം ഘട്ടത്തിൽ ഭൂമി തണുക്കുന്നതിലൂടെ വാതകങ്ങളും നീരാവിയും മോചിപ്പിക്കപ്പെട്ടു. അപ്പോൾ എന്താണ്? ഇത് അന്തരീക്ഷ പരിണാമത്തിന് തുടക്കമിട്ടു. അപ്പം നൈട്രജനും നീരാവി, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, അമോണിയ, മീഥേൻ അടങ്ങിയതും നേർത്ത ഓക്സിജനും ഉൾപ്പെട്ട അന്തരീക്ഷം രൂപപ്പെട്ടു 2ാം ഘട്ടത്തിൽ. അപ്പം 1ാം ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? ഓർക്കുന്നുണ്ടോ? 1ാം ഘട്ടത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന അന്തരീക്ഷം ഇല്ലാണ്ടാവുകയോ ചെയ്തത്. അവിടെ ഹൈഡ്രജനും ഹീലിയം
മുഖ്യമായി ഹൈഡ്രജൻ, ഹീലിയം എന്നിവ അടങ്ങിയ പ്രാരംഭ അന്തരീക്ഷം സൗരവാതത്താൽ ഇല്ലാതായി. രണ്ടാം ഘട്ടത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷ പരിണാമത്തിന് തുടക്കമിട്ടു. എങ്ങനെ? നീരാവിയും വാതകങ്ങളും മോചിപ്പിക്കപ്പെട്ട് ഭൂമി നടക്കുന്നതിലൂടെ നീരാവിയും വാതകങ്ങളും മോചിപ്പിക്കപ്പെട്ട് അതിൻ്റെ അകത്ത് പ്രധാനമായും നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, അമോണിയ എന്നിവയും നേരിയ ഓക്സിജനും ഉൾപ്പെട്ട അന്തരീക്ഷം രൂപപ്പെട്ടു. ഓക്കെ. പിന്നെ ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് വാതകങ്ങൾ മോചിപ്പിക്കേണ്ട പ്രക്രിയ ഞാൻ പറഞ്ഞില്ല, ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് വാതകങ്ങൾ മോചിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞില്ല രണ്ടാമത്. അപ്പോൾ അങ്ങനെ ഭൂമിയുടെ ഉള്ളറയിൽ നിന്നും വാതകങ്ങൾ മോചിപ്പിക്കപ്പെട്ട പ്രക്രിയ നമ്മൾ പറയുന്ന പേരെന്താണ്? വാതക മോചനം അല്ലെങ്കിൽ ഡീഗ്യാസിങ് എന്ന് വിളിക്കുന്നു. ഓക്കെ. ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് വാതകങ്ങൾ മോചിപ്പിക്കപ്പെട്ട പ്രക്രിയ നമ്മൾ ഡീഗ്യാസിങ് അല്ലെങ്കിൽ വാതക മോചനമെന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞു ഭൂമി തണുത്തതിലൂടെ അന്തരീക്ഷ പരിണാമത്തിന് തുടക്കമിട്ടു. അവിടെ വാതകങ്ങൾ നീരാവി മോചിക്കപ്പെട്ടു അന്തരീക്ഷ പരിണാമത്തിന് തുടക്കമിട്ടെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് എന്തൊക്കെയായിരുന്നു ഇതുണ്ടായിരുന്നത്? നീരാവി, നൈട്രജൻ, കാർബൺ മോണോക്സൈഡ്, മീഥേൻ, അമോണിയ തുടങ്ങിയവയും നേരിയ ഓക്സിജനും അടങ്ങിയുള്ള അന്തരീക്ഷമാണ് രൂപപ്പെട്ടതെന്ന് പറഞ്ഞു. അവിടെ ഈ വാതകങ്ങൾ മോചിപ്പിക്കുന്ന ഒരു പ്രക്രിയ പറയുന്നുണ്ട്. ആ പ്രക്രിയയുടെ പേരെന്താണ്? പ്രക്രിയയുടെ പേരാണ് വാതക മോചനം അല്ലെങ്കിൽ ഡീഗ്യാസിങ് എന്ന് വിളിക്കുന്നു. ഇതാണ് രണ്ടാം ഘട്ടം. ഓക്കെ. അപ്പോൾ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൂന്നാം ഘട്ടം എന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ഉണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴി കൂടുതൽ നീരാവിയും വാതകങ്ങളും അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നു. തുടർച്ചയായുള്ള അഗ്നിസ്ഫോടനങ്ങൾ വഴി കൂടുതൽ നീരാവിയും വാതകങ്ങളും അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നു. ഭൂമി തണുത്തപ്പോൾ ഈ നീരാവി ഘനീഭവിച്ച് മഴയായി പെയ്തിറങ്ങി. അപ്പം തുടർച്ചയായുള്ള അഗ്നിസ്ഫോടനത്തിൽ കൂടുതൽ നീരാവിയും വാതകങ്ങളും ഭൂമിയിൽ എത്തിച്ചേർന്നു. ഭൂമി തണുത്തപ്പോൾ ഇത് ഘനീഭവിച്ച് എന്തായി? മഴയായി പെയ്തിറങ്ങി. ഭൗമോപരിതലത്തിൽ വീണ മഴവെള്ളം ഭൗമഗർത്തങ്ങളിൽ സംഭരിക്കപ്പെട്ട സമുദ്രങ്ങൾ രൂപപ്പെട്ടു. അപ്പം ഭൗമോപരിതലത്തിൽ വീണ മഴവെള്ളം ഭൗമഗർത്തങ്ങളിൽ സംഭരിക്കപ്പെട്ട് സമുദ്രമായി രൂപം കൊണ്ടു. എങ്ങനെ സമുദ്രം കൊണ്ടത്? മൂന്നാം ഘട്ടത്തിലാണ് സമുദ്രം രൂപം കൊണ്ടത്. എങ്ങനെയാണ്? അഗ്നിസ്ഫോടനങ്ങളിലൂടെ വാതകങ്ങളും നീരാവികളും വാതകങ്ങളും എത്തിച്ചേർന്നു. ഭൂമി തണുത്തപ്പോൾ അത് ഘനീഭവിച്ച് മഴയായി പെയ്തിറങ്ങി. പിന്നെ മഴയായി വന്ന ഈ വെള്ളം ഭൗമോപരിതലത്തിൽ നിന്ന് വീണ മഴവെള്ളം ഭൗമഗർത്തങ്ങളിൽ സംഭരിക്കപ്പെട്ട സമുദ്രങ്ങൾ രൂപം കൊണ്ടെന്ന് പറയുന്നു. സമുദ്രങ്ങളുടെ അങ്ങനെയാണ് ഈ 3 ഘട്ടങ്ങൾ നടന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് 3 ഘട്ടങ്ങളായിട്ടുള്ള നമ്മുടെ അന്തരീക്ഷം രൂപപ്പെട്ട 3 ഘട്ടങ്ങളായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ ഇതൊക്കെയാണ് 3 ഘട്ടങ്ങൾ. ഒന്നുകൂടെ നമുക്ക് ആ 3 ഘട്ടങ്ങൾ ഓർക്കാം. ആദ്യത്തെ ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാരംഭ അന്തരീക്ഷം ആവുകയാണ് ചെയ്തത്. അതിനകത്ത് മുഖ്യമായി നൈട്രജൻ, ഹീലിയം എന്നിവ സൗരവാതത്താൽ ഇല്ലാതായി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ ഭൂമി തണുത്തപ്പോൾ വാതകങ്ങളും നീരാവിയും മോചിപ്പിക്കപ്പെട്ടു. ആ സമയത്ത് മോചിപ്പിക്കപ്പെട്ടു. അങ്ങനെ അന്തരീക്ഷ പരിണാമത്തിന് തുടക്കമിട്ടു. ഇത് എന്തൊക്കെയായിരുന്നു? നീരാവി, കാർബൺ ഡയോക്സൈഡ്, അമോണിയ, മീഥെയ്ൻ, നൈട്രജൻ എന്നിവയും നേരിയ അളവിൽ ഓക്സിജനും അടങ്ങിയ അന്തരീക്ഷമാണ് രൂപപ്പെട്ടത്. പിന്നെ ഭൂമിയിലുള്ള ഉള്ളറയിൽ നിന്ന് വാതകങ്ങൾ, ഭൂമിയുടെ ഉള്ളറയുണ്ടല്ലോ, ഭൂമിയുടെ ഉള്ളറയിൽ നിന്നുള്ള അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇതൊക്കെയാണ് മോചിപ്പിക്കുന്നത്. പിന്നെ ആ വാതകങ്ങൾ മോചിക്കപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് നമ്മൾ വാതകങ്ങൾ മോചിക്കപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് വാതക മോചനം അല്ലെങ്കിൽ ഡീഗ്യാസിങ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാം ഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? സ്ഫോടനങ്ങളാൽ തുടർച്ചയായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴി കൂടുതൽ നീരാവിയും വാതകങ്ങളും അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നു. ഇവ ഘനീഭവിച്ച് മഴയായി പെയ്തിറങ്ങി. അങ്ങനെ നമ്മുടെ ഭൗമോപരിതലത്തിൽ വീണ മഴവെള്ളം ഭൗമഗർത്തങ്ങളിൽ സംഭരിക്കപ്പെട്ട സമുദ്രങ്ങൾ രൂപം കൊണ്ടു. അപ്പോൾ ഇതാണ് 3 ഘട്ടങ്ങൾ. ഓക്കെ, മറക്കരുത് കേട്ടോ. ഇങ്ങനെയാണ് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് മറിച്ചും തിരിച്ചും ചോദിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് 3 പ്രധാന ഘട്ടങ്ങളാട്ടോ. അന്തരീക്ഷം രൂപപ്പെടാനുള്ള 3 പ്രധാന ഘട്ടങ്ങളാണ്.
ഓക്കെ, ഇനിയും സമുദ്രങ്ങളുടെ പ്രായമാണ് നമ്മൾ പറയുന്നത്. സമുദ്രങ്ങളുടെ പ്രായം ഏകദേശം 4000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. സമുദ്രങ്ങളുടെ പ്രായം ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പാണ്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയ ആരംഭിച്ചത് എപ്പോഴാണ്? ഏകദേശം 2500 to 3000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ സമുദ്രങ്ങളുടെ പ്രായം 4000 വർഷങ്ങൾക്ക് മുമ്പ്, പ്രകാശ സംശ്ലേഷണം 2500 to 3000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, പിന്നെ ഏകദേശം 2000 ദശവർഷങ്ങൾക്ക് മുമ്പ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ വ്യാപിച്ചു തുടങ്ങി. ഏകദേശം 2000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ വ്യാപിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മളിവിടെ സമുദ്രങ്ങളുടെ പ്രായം പറഞ്ഞു 4000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, പ്രകാശ സംശ്ലേഷണം പറഞ്ഞു 2500 to 3000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, പിന്നെ ഓക്സിജൻ നമ്മുടെ അന്തരീക്ഷത്തിൽ വ്യാപിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? ഏകദേശം 2000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. ഈ 3 പോയിന്റ് ഓർക്കണേ. പിന്നെ ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇതിനകത്ത് ജീവോൽപതിയെക്കുറിച്ചാണ് നമ്മൾ അടുത്തത് പറയുന്നത്. ജീവോൽപതി എന്ന് പറഞ്ഞാൽ ജീവോൽപതിയും ജീവപരിണാമവുമായി ബന്ധപ്പെട്ടതാണ് ഭൗമപരിണാമത്തിൻ്റെ അവസാന ഘട്ടം. ഭൗമപരിണാമത്തിൻ്റെ അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ ജീവോൽപതിയും ജീവപരിണാമവുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഭൗമപരിണാമത്തിൻ്റെ അവസാന ഘട്ടം. ഓക്കെ, അപ്പോൾ ജീവപരിണാമവുമായി ബന്ധപ്പെട്ടതാണ് ഭൗമപരിണാമത്തിൻ്റെ അവസാന ഘട്ടം. അപ്പം സങ്കീർണമായ ജൈവ തന്മാത്രകളുടെ രൂപപ്പെടലിനും അവയുടെ കൂടിച്ചേരലിനും കാരണമായ ചില രാസപ്രക്രിയയാണ് ജീവോൽപതിക്ക് നിദാനമായതെന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കുന്നു. ജീവോൽപതിക്ക് കാരണമായത് ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കീർണമായ ജൈവ തന്മാത്രകളുടെ രൂപപ്പെടലിനും അവയുടെ കൂടിച്ചേരലിന് കാരണമായ ചില രാസപ്രക്രിയകളും. അപ്പം ഈ ജൈവ തന്മാത്രകളില്ലേ, ജൈവ തന്മാത്രകൾ രൂപപ്പെടുകയും അവ കൂടിച്ചേരും. ജൈവ തന്മാത്രകൾ രൂപപ്പെട്ട് അവ ചേരുന്ന ഒരു രാസപ്രക്രിയയിലൂടെയാണ്, ചില പ്രക്രിയയിലൂടെയാണ്. അപ്പോൾ കാരണം അതാണ് ജീവോൽപതിക്ക് കാരണമായത് എന്നാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പം ജൈവ തന്മാത്രകൾ രൂപപ്പെടുന്നു, എന്നിട്ട് അവ കൂടിച്ചേരുന്നു. ആ കൂടിച്ചേരുന്ന എന്തിലൂടെയാണ്? ഒരു രാസപ്രക്രിയയിലൂടെയാണ്. ആ രാസപ്രക്രിയ അത് കാരണമാണ് ജീവോൽപതിക്ക് കാരണമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ ജീവോൽപതി എന്ന് പറഞ്ഞാൽ ജീവോൽപതിയും ജീവപരിണാമവും നമ്മുടെ ഭൗമപരിണാമത്തിൻ്റെ അവസാന ഘട്ടമാണ് ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ജീവോൽപതിക്ക് കാരണമായത് എന്തുകൊണ്ടാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൈവ തന്മാത്രകൾ രൂപപ്പെട്ട് അവ കൂടിച്ചേരുന്നത് കാരണമായ ചില രാസപ്രക്രിയകളാണ് ജീവോൽപതിക്ക് കാരണമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ജൈവ തന്മാത്രകളുടെ ഈ കൂടിച്ചേരൽ വഴി അവ സ്വയം ഇരട്ടിച്ച് ജൈവ പദാർത്ഥങ്ങളെയും ജൈവ വസ്തുക്കളാക്കി മാറ്റാൻ ഇടയാക്കി. അപ്പം ജൈവ തന്മാത്രകൾ രൂപപ്പെട്ട് അവ കൂടിച്ചേരുന്നു പറഞ്ഞില്ലേ, അങ്ങനെ കൂടിച്ചേർന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ഈ കൂടിച്ചേരൽ വഴി അവ സ്വയം ഇരട്ടിക്കും. ഓക്കെ, രണ്ടെണ്ണം കൂടുതൽ ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തും കൂടിച്ചേരുമ്പോൾ ഇരട്ടിയായിട്ടല്ലേ വരുന്നത്. അങ്ങനെ അവർ ഇരട്ടിയാക്കി അതിൻ്റെ ഇരട്ടിയായി ഇങ്ങനെ കൂടും. ഓക്കെ, അപ്പോൾ ജൈവ തന്മാത്രകൾ കൂടിച്ചേർന്നിട്ട് അവ എന്താ സംഭവിക്കുന്നത്? അവിടെ ജൈവ തന്മാത്രകൾ കൂടിച്ചേർന്ന് അവ ഇരട്ടിയായി മറ്റുള്ള പദാർത്ഥങ്ങളെ ജൈവമല്ലാത്ത പദാർത്ഥങ്ങളെയും കൂടി അവർ ജൈവ പദാർത്ഥങ്ങളാക്കി മാറ്റാൻ ഇടയാക്കി. ഓക്കെ, അപ്പം നമ്മളിവിടെ ജീവോൽപതിയും കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം ജീവോൽപതിയും പരിണാമവുമാണ് എന്തിൻ്റെ ഭൗമപരിണാമത്തിൻ്റെ അവസാന ഘട്ടം എന്ന് പറയുന്നു. അപ്പം ജീവോൽപതി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൈവ പദാർത്ഥങ്ങളുടെ രൂപപ്പെടലിനും അവ ചേരാൻ കാരണമായ ചില പ്രക്രിയയാണ് ജീവോൽപതിക്ക് കാരണമെന്ന് പറയുന്നത്. ഈ ജൈവ പദാർത്ഥങ്ങൾ കൂടിച്ചേരുന്ന വഴി അവ ഇരട്ടിക്കുകയും അതുവഴി നമ്മൾ അജൈവ പദാർത്ഥങ്ങളെയും ജൈവ പദാർത്ഥങ്ങളാക്കാൻ സഹായിക്കുന്നു. പിന്നെ ജീവപരിണാമത്തിന് തുടക്കമിട്ടത് ഏതാണ്ട് 3800 ദശലക്ഷങ്ങൾക്ക് മുമ്പാണ്. നമ്മൾ അത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ജീവോൽപതിയും ജീവപരിണാമവുമാണ് ഭൗമപരിണാമത്തിൻ്റെ അവസാന ഘട്ടമെന്ന്. അപ്പം ജീവപരിണാമത്തിന് തുടക്കമിട്ടത് എപ്പോഴാണ്? ഏകദേശം 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. ഓക്കെ,
അപ്പം ഒന്നുകൂടെ നമുക്ക് നോക്കാം. ജീവോൽപത്തി എന്ന് പറഞ്ഞ് ജീവോൽപത്തിയും പിന്നെ ജീവോൽപത്തിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ജീവോൽപത്തിയും പരിണാമവുമാണ് എന്തിൻ്റെ ഭൗമപരിണാമത്തിൻ്റെ അവസാന ഘട്ടം. അപ്പോൾ ജീവോൽപത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ തന്മാത്രകൾ രൂപപ്പെടുകയും അവ കൂടിച്ചേരുന്നത് ചില രാസപ്രക്രിയയിലൂടെയാണ്. ഇവയുടെ ഈ രാസപ്രക്രിയയിലൂടെയാണ്, അതാണ് ജീവോൽപത്തിക്ക് നിദാനമാകുന്നതാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയേക്കുന്നത്. അതുപോലെ തന്നെ ഈ ജൈവ തന്മാത്രകളുടെ കൂടിച്ചേരുമ്പോൾ അവ ഇരട്ടിക്കുകയും അങ്ങനെ അജൈവ വസ്തുക്കളെയും ജൈവ വസ്തുക്കളായി മാറ്റാൻ ഇടയാക്കി. പിന്നെ ജീവപരിണാമത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു. ജീവപരിണാമം 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് തുടക്കമിട്ടത്. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ജീവോൽപത്തിയും പഠിച്ചു. പിന്നെ ഇനി അടുത്തതായിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണുള്ളത്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭൗമാന്തരീക്ഷ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏത്? ഭൗമാന്തരീക്ഷ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഭൗമാന്തരീക്ഷ പ്രക്രിയയിൽ ഉൾപ്പെടുന്ന ഏതാ? സൗരവാദം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വാതകമോചനം, പ്രകാശ സംശ്ലേഷണം. ഇതിൽ ഭൗമാന്തരീക്ഷ പ്രക്രിയയിൽ ഉൾപ്പെടുത്താത്തത് ഏതാണെന്നല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ 3 ഘട്ടങ്ങൾ? ആ 3 ഘട്ടങ്ങളിലുള്ളതല്ലേ ഈ സൗരവാദവും വാതകമോചനവും പ്രകാശ സംശ്ലേഷണവും. ആദ്യ ഘട്ടത്തിൽ സൗരവാദം വരുന്നുണ്ട്, 2ാം ഘട്ടത്തിലല്ലേ വാതകമോചനം വരുന്നത്. അപ്പോൾ അത് നമുക്കറിയത്തില്ലേ. അപ്പം ഇതിനകത്ത് പ്രകാശ സംശ്ലേഷണവും ഇതിനകത്ത് വരുന്നതല്ലേ. അപ്പം ഇതിനകത്ത് പെടാത്തത് ഏതാ? വേർതിരിക്കൽ. അത് ഏതിലാണ് വരുന്നത്? ശിലാമണ്ഡല പരിണാമത്തിൽ നമ്മൾ പറയുന്നതിൽ വേർതിരിക്കൽ പ്രക്രിയയിലൂടെ എന്താണ് വരുന്നത്? ഭൗമ പരിസ്ഥിതികളെ പ്രത്യേക പാളികളായി ക്രമീകരിക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലാതെ ഇതിനകത്ത് ഭൗമാന്തരീക്ഷ പ്രക്രിയയിൽ ഉൾപ്പെടുന്നതല്ലല്ലോ. ഓക്കെ, അപ്പോൾ വേർതിരിക്കലാണ് അതിൻ്റെ അകത്ത് ആൻസർ വരുന്നത്. നമുക്കൊന്ന് ആദ്യം തൊട്ട് നോക്കാം. ഇന്ന് പഠിച്ചത് വളരെ കുറച്ച് ടോപ്പിക്കേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതോടെ ഈ ഭൗമപരിണാമം എന്ന് പറഞ്ഞ ടോപ്പിക്ക് കേട്ടോ, ഇത്രയേ ഉള്ളൂ ഭൗമപരിണാമം. ഇത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. ഒന്നുകൂടെ പറയാം, നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. അത് ഞാൻ ഭൗമപരിണാമത്തെക്കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? മുഖ്യമായും ഹൈഡ്രജൻ, ഹീലിയം എന്നിവ അടങ്ങിയ നേർത്ത അന്തരീക്ഷവും ഉയർന്ന താപനിലയുമുള്ള പരിക്കൻ പാറകളാൽ നിർമ്മിതമായ ഗോളമായിരുന്നു ഭൂമി എന്ന് പറയുന്നു. പിന്നെ ഭൂമിക്ക് പാളികളായ ഘടനയാണ് ഉള്ളതെന്ന് പറയുന്നു. പിന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും പിന്നെ മുമ്പോട്ട് പോകുന്തോറും സാന്ദ്രത വർദ്ധിക്കുന്നു. ഉള്ളിലേക്ക് പോകുന്തോറും എന്താണ്? താപനില വർദ്ധിച്ചു വരുന്നതെന്ന് പറയുന്നു. പിന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും സാന്ദ്രത കൂടുകയും താപനില വർദ്ധിക്കുകയും, ആഴം കൂടുമ്പോഴും താപനില വർദ്ധിക്കുന്നു. ഇപ്പോൾ ഇരുമ്പ്, വെയിറ്റ് കൂടിയ സാധനങ്ങൾ, ഇരുമ്പ് എന്നിവ ആകുമ്പോഴും സാന്ദ്രത കൂടുന്നു. അതുപോലെ എന്നാൽ പുറത്തേക്ക് വരുന്നത് സാന്ദ്രത കുറയുന്നു എന്നാണ് അടുത്തത് നമ്മൾ പറഞ്ഞത് അല്ലേ. അതെ, പിന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സാന്ദ്രത വളരെ കുറവാണെന്ന് പറയുന്നത് അല്ലേ. പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പം സാന്ദ്രത കുറഞ്ഞല്ലോ. പിന്നെ ഭൂമിക്ക് പിന്നെ പറഞ്ഞു വെച്ചാൽ ഭൗമാന്തരീക്ഷത്തിൻ്റെ ബാഹ്യതലവും ഭൂകേന്ദ്രം വരെയും പദാർത്ഥങ്ങളുടെ വിതരണം ഒരുപോലെയല്ലെന്ന് പറയുന്നു. പിന്നെ ഭൗമോപരിതലം മുതൽ ഭൂകേന്ദ്രം വരെ വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത പാളികളായി ഭൗമോപരിതലം മുതൽ ഭൂകേന്ദ്രം വരെ വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത പാളികളായി നിലകൊള്ളുന്നു. പറഞ്ഞല്ലോ വ്യത്യസ്ത എന്തുവാണ് പറയുന്നത് നമ്മൾ വ്യത്യസ്ത പാളികളായി നിലകൊള്ളുന്നു പറഞ്ഞില്ല. അപ്പോൾ അവിടെ എന്താണ്? വ്യത്യസ്ത സ്വഭാവം കൂടിയാണ്. ഈ 5 പോയിന്റാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ഇനിയും പിന്നെ നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ശിലാമണ്ഡലത്തിൻ്റെ പരിണാമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ശിലാമണ്ഡലത്തിൻ്റെ പരിണാമത്തിൽ എന്താണ്? പ്രാരംഭഘട്ടത്തിൽ ഭൂമി ഏതവസ്ഥയിലായിരുന്നു? അർത്ഥവ്യവസ്ഥയിലായിരുന്നു പറയുന്നു. പിന്നെ സാന്ദ്രത ക്രമേണ ഉണ്ടാകുന്ന വർധന മൂലം ഉള്ളിലേക്ക് പോകുന്തോറും എന്താണ്? താപനില വർദ്ധിച്ചു വരുന്നു. പിന്നെ ഉള്ളറയിൽ ഭാരിച്ച വസ്തുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് നമ്മൾ ശിലാമണ്ഡലത്തിൻ്റെ പരിണാമത്തിൽ പറയുന്നത്. പിന്നെ കാലാന്തരത്തിൽ ഭൂമി കൂടുതൽ തണുത്തതിലൂടെ ഭൂമിയുടെ പുറംപാളിൽ ഭൂവൽക്കം രൂപപ്പെട്ടു. പിന്നെ വേർതിരിക്കൽ പ്രക്രിയയിലൂടെയാണ് ഭൗമ വസ്തുക്കൾ പ്രത്യേക പാളികളായി ക്രമീകരിക്കപ്പെട്ടത്. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലേക്ക് വ്യത്യസ്ത പാളികൾ നിലകൊള്ളുന്നു. പിന്നെ നമ്മൾ അന്തരീക്ഷ പരിണാമവും ജലമണ്ഡലത്തിൻ്റെ രൂപപ്പെടലുമാണ് പറഞ്ഞത്. അപ്പം 3 വിധത്തിലാണ് അന്തരീക്ഷം രൂപപ്പെട്ട. ആദ്യത്തെ ഘട്ടത്തിൽ അന്തരീക്ഷം ഇല്ലാതാക്കി സൗരവാദത്താൽ. പിന്നെ അതെങ്ങനെയാണ് ഏതൊക്കെയാണ് അന്തരീക്ഷം ഇതിലുണ്ടായിരുന്ന? മുഖ്യമായും ഹൈഡ്രജനും ഹീലിയവും അടങ്ങിയ പ്രാരംഭ അന്തരീക്ഷം സൗരവാദത്താൽ ഇല്ലാതാക്കി.
പിന്നെ രണ്ടാം ഘട്ടത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്തരീക്ഷ പരിണാമത്തിന് തുടക്കമിട്ടു. എങ്ങനെയാണ്? ഭൂമി തണുക്കുന്ന ഘട്ടങ്ങളിൽ ഉള്ളറയിൽ നിന്ന് വാതകങ്ങളും നീരാവിയും മോചിപ്പിക്കപ്പെട്ട്, ആ മോചിപ്പിക്കപ്പെടുന്ന ആ പ്രക്രിയയെ നമ്മൾ പറയുന്നതാണ് വാതകമോചനം അല്ലെങ്കിൽ ഡീഗ്യാസിംഗ് എന്ന്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് മോചിപ്പിക്കപ്പെട്ട? നീരാവി, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രജൻ, മീഥെയ്ൻ, അമോണിയ എന്നിവയും നേരിയ ഓക്സിജൻ ഉൾപ്പെട്ട അന്തരീക്ഷമാണ് രൂപപ്പെട്ടത്. മൂന്നാം ഘട്ടത്തിൽ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായ അഗ്നിസ്ഫോടനങ്ങളാൽ നീരാവിയും വാതകങ്ങളും അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നു. ഭൂമി തണുത്തപ്പോൾ അത് ഘനീഭവിച്ച് മഴയായി പെയ്തിറങ്ങിയ ഭൗമോപരിതലത്തിൽ വീണ മഴവെള്ളം ഭൗമഗർത്തങ്ങളിൽ സംഭരിക്കപ്പെട്ട് സമുദ്രങ്ങൾ രൂപം കൊണ്ടു. സമുദ്രങ്ങളുടെ പ്രായം ഏകദേശം ഇത്രയാണ്. ആ 3 ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞത്. പിന്നെ ഇനി നമ്മൾ പ്രായങ്ങളാണ് പറയുന്നത്. സമുദ്രങ്ങളുടെ പ്രായം ഏകദേശം 4000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. പ്രകാശ സംശ്ലേഷണം പ്രക്രിയ ആരംഭിച്ചത് ഏകദേശം 2500-3000 വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ ഏകദേശം 2000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ തുടങ്ങിയത്. ജീവപരിണാമത്തിന് തുടക്കമിട്ടപ്പോഴാണ് 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നെ നമ്മൾ അടുത്ത് പറയുന്നത് ജീവോൽപത്തി പരിണാമവുമായി ബന്ധപ്പെട്ടതാണ് ഭൗമപരിണാമത്തിൻ്റെ അവസാന ഘട്ടം. സങ്കീർണമായ ജീവോൽപത്തിയും ജീവപരിണാമവും ബന്ധപ്പെട്ടാണ് എന്താണ് ഭൗമപരിണാമത്തിൻ്റെ അവസാന ഘട്ടം. അപ്പോൾ ജൈവ വസ്തുക്കൾ രൂപപ്പെടുകയും അവ കൂടിച്ചേരുന്നത് രാസപ്രക്രിയയിലൂടെയാണ് ജീവോൽപത്തിക്ക് കാരണമെന്നാണ് നമ്മൾ പറയുന്നത്, ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജൈവ തന്മാത്രകൾ കൂടിച്ചേരുന്നുണ്ടല്ലോ, അങ്ങനെ കൂടിച്ചേരുമ്പോൾ അവ ഇരട്ടിയാവുകയും അജൈവ വസ്തുക്കളെയും കൂടെ ജൈവ വസ്തുക്കളാകാൻ ഇടയാക്കുന്നു എന്ന് പറയുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജീവപരിണാമത്തിന് തുടക്കമിട്ട് ഏതാണ്ട് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് കൃത്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഞാൻ വ്യക്തമാക്കി തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുമ്പോട്ട് കൂടുതൽ വീഡിയോസ് എനിക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു.